ഗൈസ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി കണ്ടക്ട് ചെയ്യുന്ന CET-നെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതായത് കോമൺ എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് KCET? ഇത് എഴുതിയാലുള്ള ബെനിഫിറ്റ് എന്താണ്? ഇത് എന്നാണ് ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇതിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് മലയാളി വിദ്യാർത്ഥികൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ KCET എക്സാം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. കേരളത്തിൽ കീം എക്സാമിനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. CE കണ്ടക്ട് ചെയ്യുന്ന കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമാണ് കീം എക്സാം എന്ന് പറയുന്നത്. അത് നീറ്റ് എക്സാം ത്രൂ MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി പോലുള്ള കോഴ്സുകൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കീമിന് രജിസ്റ്റർ ചെയ്താൽ മതി. കീം പരീക്ഷ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമുക്ക് ഫാർമസിക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിനും എക്സാം ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ നേടാൻ പറ്റും. ഇതേപോലെ തന്നെ കർണാടകത്തിലുള്ള ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ് KCET എന്ന് പറയുന്നത്. അത് 2022 വരെ കർണാടകത്തിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് അത് എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ കേരളത്തിലുള്ള കുട്ടികൾക്ക് CET രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കേരളത്തിലെ പോലെ തന്നെ മെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് സയൻസ് കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകൾക്കൊക്കെ നമ്മൾ അഡ്മിഷൻ നേടുമല്ലോ. അതേപോലെ കർണാടകത്തിൽ അഡ്മിഷൻ നേടുന്നുണ്ടെങ്കിൽ CET രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ 2022 INC പുറത്തുവിട്ടൊരു റൂള് പ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റും ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ത്രൂ മാത്രമേ BSc നഴ്സിംഗിന് അഡ്മിഷൻ കൊടുക്കാവൂ എന്നുള്ളൊരു റൂള് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 മുതൽ കർണാടകത്തിൽ അവരുടെ ഓൾറെഡി ഉണ്ടായിരുന്ന CET എക്സാമിൽ BSc നഴ്സിംഗിന്റെ എൻട്രൻസും കൂടി ആഡ് ചെയ്തു. അപ്പോൾ കർണാടകത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് CET എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടും. ഇതാണ് CET എക്സാമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. മറ്റുള്ള കോഴ്സുകൾ ഇപ്പോൾ ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, BASLP അല്ലെങ്കിൽ മറ്റുള്ള അലൈഡ് സയൻസ് കോഴ്സുകൾ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്കൊന്നും KCET എക്സാം എഴുതാൻ പറ്റത്തില്ല. അതായത് ഔട്ട് ഓഫ് കർണാടക കുട്ടികൾക്ക്, അതായത് കർണാടകത്തിന്റെ പുറത്തുള്ള കേരളക്കാർക്കോ തമിഴ്നാട്ടുകാർക്കോ മറ്റുള്ള സ്റ്റേറ്റുകാർക്കോ കർണാടകത്തിന്റെ പുറത്തുള്ള കുട്ടികൾക്ക് കർണാടകത്തിൽ അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് മെഡിക്കൽ, ഡെന്റൽ, ആയുഷ്, BSc നഴ്സിംഗ് മാത്രമാണ്. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് പോലുള്ള കോഴ്സുകൾ നീറ്റ് ത്രൂ ആണ്. BSc നഴ്സിംഗ് കർണാടക CET എക്സാം ത്രൂ ആണ് കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുക. അതായത് കേരളത്തിലുള്ള കുട്ടികൾക്ക് ബാംഗ്ലൂരിലുള്ള സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, രാമയ്യ മെഡിക്കൽ കോളേജ്, കെമ്പഗൌഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കിംസ് മെഡിക്കൽ കോളേജ്, ഇതുപോലെ ഏറ്റവും ടോപ്പ് ബാംഗ്ലൂരിലുള്ള കോളേജുകളുണ്ട്. ഇപ്പോൾ മൈസൂർ ആണെങ്കിൽ JSS മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ കാവേരി, BGS, അപ്പോളോ, ഭാരതി പോലുള്ള കോളേജുകൾ. ഇനി മംഗലാപുരത്താണെങ്കിൽ AJ മെഡിക്കൽ കോളേജ്, ഇതുപോലെ ഏറ്റവും ടോപ്പ് ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജ്, ഇതുപോലത്തെ ടോപ്പ് മെഡിക്കൽ കോളേജുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, BSc നഴ്സിംഗിന് KCET ത്രൂ നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ നമ്മുടെ KEയുടെ ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ KEയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇനി അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ KCET എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് മനസ്സിലായി കാണും. അപ്പോൾ KCET ആരൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാരണം ലോ ബഡ്ജറ്റ് നോക്കുന്ന കുട്ടികൾ KCET അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഹൈ ലെവൽ, അതായത് ടോപ്പ് ടയർ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ്, മെഡിക്കൽ കോളേജസ് ഒക്കെ നോക്കുന്ന കുട്ടികൾക്ക് KCET അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ 2-3 വർഷമായിട്ട് നമ്മളെ ചാനലിൽ KCET-നെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതിന്റെ കോഴ്സിനുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി KEയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലോസ് Y കാറ്റഗറിയിൽ നിർബന്ധമായിട്ടും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 16 രാത്രി 12 മണി വരെയാണ് KE-CET എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 17 ലാസ്റ്റ് ആയിട്ട് ഫീസ് അടക്കാൻ പറ്റുക. 2500 രൂപയാണ് ഫീസ് വരുന്നത്. ഈ വർഷം ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ആധാർ കാർഡിലെ പേരും അതുപോലെ തന്നെ SSLC ബുക്കിലെ പേരും സെയിം ആയിരിക്കണം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ KCET-യുടെ എക്സാം നടക്കുന്നത് ഏപ്രിൽ 23-നും 24-ാണ്. അത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഏപ്രിൽ മാസത്താണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മാത്രം KCET എഴുതിയാൽ മതി. അപ്പോൾ മറ്റുള്ള മെഡിക്കൽ, അതായത് MBBS, BDS പോലുള്ള കോഴ്സുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. നീറ്റ് എക്സാം ത്രൂ ആണ് നമുക്ക് MBBS-നും മറ്റുള്ള കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ പറഞ്ഞു തരാം. ഏപ്രിൽ 23 നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയാണ്. 60 മാർക്കാണ് ഓരോ ചോദ്യ പേപ്പർ ഉണ്ടാവുക. നെഗറ്റീവ് മാർക്ക് ഇല്ല.
ശരിയായ ഉത്തരത്തിന് പോസിറ്റീവ് മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ 24-ാം തീയതി ബയോളജി എക്സാം ആണ്. ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 60 ടോട്ടൽ 180 മാർക്കിനായിരിക്കും ചോദ്യപേപ്പർ ഉണ്ടാവുക. ഈ 180 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് KEയുടെ റാങ്ക് ലിസ്റ്റ് പുറത്തു വരിക. ആ വരുന്ന റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ അലോട്ട്മെന്റ് വഴിയാണ് അഡ്മിഷൻ നേടുക. അതായത് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +1 ഇപ്പോൾ കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികളോട് പറയാണ്, +1 അഡ്മിഷൻ കിട്ടിയ ഒരു പ്രോസസ്സ് ഉണ്ട് ഏകജാലക വിൻഡോ വഴി. അതായത് ഫസ്റ്റ് സ്കൂള്, ഇന്ന സ്കൂള്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ KE റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റും. കോളേജ് അനുസരിച്ചിട്ട് നമുക്ക് BSc നഴ്സിംഗിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ആ അപ്ലൈ ചെയ്ത് കിട്ടുന്ന കോളേജിൽ നോൺ കർണാടക കാൻഡിഡേറ്റ്, അതായത് കർണാടകത്തിന് പുറത്തുള്ള കാൻഡിഡേറ്റിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1,40,000 രൂപയാണ് ബേസിക് ട്യൂഷൻ ഫീസ് വരുന്നത്. അങ്ങനെ 4 വർഷത്തേക്ക് 5,60,000 രൂപയാണ് ഗ്രാൻഡ് ടോട്ടൽ ഫീസ് വരുന്നത്. ഇതിന്റെ പുറമെ ഓരോ കോളേജ് ബേസ് ചെയ്തിട്ടുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫീസും മറ്റുള്ള കോളേജുകളുടെ ഹിഡൻ ചാർജസോ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീസ്, എലിജിബിലിറ്റി ഫീസ്, ബുക്ക് ആൻഡ് യൂണിഫോം പോലുള്ള പല ഫീസുകളും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. അപ്പോൾ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ KCET 2026 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫെബ്രുവരി 16-ാം തീയതി രാത്രി 12 മണി വരെയാണ്. ഇനി അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, അതിൽ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ചെയ്തു തരും. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 2,500 രൂപ പ്ലസ് നമ്മുടെ സർവീസ് ചാർജും ഉണ്ടാവും. അതും കൂടി നിങ്ങൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ KCET ആപ്ലിക്കേഷൻ ഓൺലൈൻ ത്രൂ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ KEനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം.